8 വർഷമായിട്ട് പ്രമേഹം ഉണ്ട്. അലോപ്പതി മരുന്ന് കഴിക്കാൻ തുടങ്ങിയിട്ട് 6 മാസമാണ് ആയത്. അതിന് മുമ്പ് എന്താ ചെയ്തിരുന്നത്? ഈ മരുന്ന് കഴിക്കുന്നതിന് മുമ്പ് അതിന് മുന്നേ കുറച്ച് ഹോമിയോ ഒന്ന് കഴിച്ച് പരീക്ഷിച്ചിരുന്നു. പക്ഷെ അതെനിക്ക് അത്ര കൊണ്ട് ഫലം ചെയ്തിട്ടില്ല. പിന്നെ ഇപ്പോഴാണ് ഒരു 6 മാസമായി ഞാൻ അലോപ്പതിയിലേക്ക് തിരിഞ്ഞിട്ട് മരുന്ന് കഴിക്കാൻ തുടങ്ങിയിട്ട്. ഈ മരുന്ന് കഴിച്ചണക്കെയും ഞാൻ അതിൽ പെട്ടുപോയ ഒരാളാണ്. 6 മാസമായിട്ട് മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ തന്നെയും ഈ ഇങ്ങനെയുള്ള ശാരീരികമായ അസ്വസ്ഥത ഉണ്ടായിരുന്നു. അത് ഇന്ന് നമ്മുടെ മുന്നിൽ അതിഥിയായി എത്തിയിട്ടുള്ളത് മുഹമ്മദ് അസ്ലം മിസ്ബാഹി എന്ന് പറയുന്ന കൊല്ലം ജില്ലാ സ്വദേശിയായിട്ടുള്ള ഉസ്താദ് അവർകളാണ്. 5 ദിവസത്തെ പ്രമേഹ രോഗ ചികിത്സാ ക്യാമ്പ് അതിൽ പങ്കെടുക്കുകയും ചികിത്സ പൂർത്തിയാക്കി തൻ്റെ സ്വദേശമായ കൊല്ലത്തേക്ക് മടങ്ങുന്ന മിസ്ബാഹി ഉസ്താദ് തൻ്റെ അനുഭവം പങ്കുവെക്കുന്നതിന് വേണ്ടിയാണ് നമ്മുടെ മുന്നിൽ എത്തിയിട്ടുള്ളത്. എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളത് എന്ന് നമുക്ക് നോക്കാം. അസ്സലാമു അലൈക്കും. ഉസ്താദ് കൊല്ലത്ത് എവിടെയാണ്? കൊല്ലം കരുനാഗപ്പള്ളിയാണ്. ജോലി ചെയ്യുന്നത്? ജോലി ഞാൻ ഈ ഉംറയുടെ അമീറായിട്ട് പോകുന്നു. ഒരുപാട് ആളുകളൊക്കെ ആയിട്ട് നിരന്തരം ബന്ധപ്പെടുന്ന ആളാണ്. ഒരുപാട് കണക്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോ തീർച്ചയായിട്ടും എന്ത് രോഗത്തിനായിരുന്നു ഇവിടെ വന്നിരുന്നത്? ഞാൻ പ്രധാനമായിട്ടും ഡയബറ്റിക് സംബന്ധമായ പ്രയാസമാണ് വന്നിട്ടുണ്ടായത്. എത്ര കാലമായിട്ട് പ്രമേഹ രോഗിയായിട്ട് മരുന്ന്? 8 വർഷമായിട്ട് പ്രമേഹം ഉണ്ട്. മരുന്ന് കഴിക്കാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു 6 മാസം. അലോപ്പതി മരുന്ന് കഴിക്കാൻ തുടങ്ങിയിട്ട് 6 മാസമാണ് ആയത്. അതിന് മുമ്പ് എന്താ ചെയ്തിരുന്നത്? ഈ മരുന്ന് കഴിക്കുന്നതിന് മുമ്പ് അതിന് മുന്നേ കുറച്ച് ഹോമിയോ ഒന്ന് കഴിച്ച് പരീക്ഷിച്ചിരുന്നു. പക്ഷെ അതെനിക്ക് അത്ര കൊണ്ട് ഫലം ചെയ്തിട്ടില്ല. പിന്നെ ഇപ്പോഴാണ് ഒരു 6 മാസമായി ഞാൻ അലോപ്പതിയിലേക്ക് തിരിഞ്ഞിട്ട് മരുന്ന് കഴിക്കാൻ തുടങ്ങിയിട്ട്. ഇവിടെ വരുന്ന സമയത്ത് പ്രമേഹം എന്നുള്ളതിനപ്പുറം ശാരീരികമായി എന്തെല്ലാം പ്രയാസങ്ങളായിരുന്നു അനുഭവിച്ചിരുന്നത്? ശാരീരികമായിട്ട് രാവിലെ എണീക്കുന്ന സമയത്ത് നല്ല ക്ഷീണം അനുഭവപ്പെടാറുണ്ട്. വായിലൊക്കെ നല്ല കവർപ്പ് അനുഭവപ്പെടാറുണ്ട്. അതേപോലെ ഈ പാദങ്ങള് ഒരു പ്രത്യേകമായ മരവിപ്പ് അനുഭവപ്പെടാറുണ്ട്. ഈ മരുന്ന് കഴിച്ചണക്കെയും ഞാൻ അതിൽ പെട്ടുപോയ ഒരാളാണ്. 6 മാസമായിട്ട് മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ തന്നെയും ഈ ഇങ്ങനെയുള്ള ശാരീരികമായ അസ്വസ്ഥത ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ മാനസികമായും ചില പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടായിരുന്നു. രോഗിയാണ് എന്നുള്ള ഒരു ചിന്ത ഇങ്ങനെ മനസ്സിലെപ്പോഴും അലട്ടിക്കൊണ്ടിരുന്നുണ്ട്. അപ്പൊ ഇവിടെ 5 ദിവസം നമ്മുടെ ക്യാമ്പിൽ പങ്കെടുത്തതിന് ശേഷം എന്തൊക്കെ മാറ്റങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്? മാറ്റം എന്ന് പറയുകയാണെങ്കിൽ ആദ്യമായിട്ട് പ്രമേഹം എന്താണെന്ന് ഇവിടുത്തെ ക്ലാസ്സുകളിൽ നിന്നും മനസ്സിലായി. അത് തന്നെ ഏറ്റവും വലിയ ഒരു അറിവാണ്. അറിവുകളിൽ വെച്ചുള്ള ഏറ്റവും വലിയ അറിവ് തിരിച്ചറിവാണ്. അപ്പം പ്രമേഹം എന്താണെന്ന് ഈ 5 ദിവസം ഇവിടെ വന്നപ്പോഴത്തേക്ക് മനസ്സിലായി. അപ്പൊ നമുക്ക് അതിനെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ അത് പിന്നീട് ഒരിക്കലും നമ്മളിൽ നിന്ന് മാറില്ലെന്നുള്ള ആ ഒരു ചിന്തയ്ക്ക് വലിയൊരു മാറ്റം വന്നിട്ടുണ്ട്. കാരണം 5 ദിവസമായിട്ട് ഇവിടുത്തെ ആ ട്രീറ്റ്മെന്റിലൂടെ എനിക്ക് ധാരാളം മാനസികമായും ശാരീരികമായിട്ടും വളരെ സന്തോഷമാണ് ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ച് റിയാസ് സാറിന്റെ ക്ലാസ്സിൽ നിന്ന് നമുക്ക് ധാരാളം പുതിയ അറിവുകൾ ധാരാളം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ. അതുപോലെ തന്നെ എങ്ങനെയാണ് ആഹാരം നമ്മൾ കഴിക്കേണ്ടതെന്നും അത് കഴിച്ചാലുള്ള ഗുണങ്ങൾ എന്താണെന്നും അതിനെപ്പറ്റി എല്ലാം നല്ല വിശദമായി ഇവിടുത്തെ ക്ലാസ്സുകൾ കിട്ടുകയും നമ്മുടെ ജീവിതത്തിൽ അത് കുറഞ്ഞ ദിവസമാണെങ്കിൽ തന്നെയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയപ്പോൾ ഈ 5 ദിവസത്തിന് മുന്നേ ഉണ്ടായിരുന്ന പല ശാരീരികമായ പ്രയാസങ്ങളും ഇന്ന് ഞാൻ മോചിതനാണ്. വളരെ സന്തോഷത്തോടു കൂടിയും പൂർണ്ണ തൃപ്തിയോടും കൂടിയാണ് ഇവിടുന്ന് താൽക്കാലികമായി ഞാൻ ഒന്ന് വിരമിക്കുന്നത്. വളരെ സന്തോഷമുണ്ട്. അൽഹംദുലില്ലാ. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തരത്തിലുള്ള സന്തോഷം എനിക്കുണ്ട്. കാരണം ഏറ്റവും ഉപരി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രമേഹം എന്താണെന്ന് മനസ്സിലാവുകയും അത് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ഇത് ഇവിടുന്ന് പഠിച്ചതനുസരിച്ച് മുന്നോട്ട് പോയാൽ അത് ജീവിതത്തിൽ നിന്ന് ഇല്ലാതാക്കാമെന്നുള്ള ഒരു പൂർണ്ണ ആത്മവിശ്വാസം എനിക്കും എൻ്റെ കൂടെയുള്ള സയ്യിദ് അവറുകൾക്കും ഉണ്ട്. മാഷാ അല്ലാഹ്. പിന്നെ മരുന്ന് ഇപ്പൊ വന്നതിന് ശേഷം മരുന്ന് കഴിക്കുന്നുണ്ടോ? മരുന്ന് ഞാൻ കഴിച്ചിട്ടില്ല. ഇവിടെ മരുന്ന് കഴിച്ചിരുന്ന സമയത്ത് പ്രമേഹം നിയന്ത്രിക്കാനെന്ന രീതിയിൽ മരുന്ന് കഴിച്ചിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന ക്ഷീണം, അതുപോലെ തന്നെ കാലിനടിയിലുള്ള തരിപ്പ്, മരവിപ്പ് പോലുള്ള പ്രശ്നങ്ങൾ മരുന്ന് നിർത്തിയിട്ടുമില്ല. ഇതുവരെ അങ്ങനെ പ്രയാസങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നെ കൃത്യമായി വിശക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നു. അതോടൊപ്പം തന്നെ പൂർണ്ണമായ വിശ്രമം. ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം നിരന്തരം യാത്രകൾ ചെയ്യുന്നവരായതുകൊണ്ട് വിശ്രമം എന്ന് പറയുന്ന ഒന്ന് ജീവിതത്തിൽ അങ്ങനെ ഇല്ലായിരുന്നു. അപ്പോൾ അൽഹംദുലില്ലാ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒരു വിശ്രമം എടുക്കാൻ പറ്റി. അതോടൊപ്പം ഇവിടുത്തെ ക്ലാസ്സുകളിൽ നിന്ന് കിട്ടിയ പ്രചോദനം ഉൾക്കൊണ്ട് കഴിയുന്നതും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പരിശ്രമിക്കുന്നുണ്ട്. അല്ലാഹു തആല അത് നിലനിർത്തി തരട്ടെ എന്നാണ് നമ്മുടെ പ്രാർത്ഥന. ഓക്കെ. ഏതായാലും നിസാബി ഉസ്താദിന്റെ
അനുഭവങ്ങൾ നമ്മൾ കേട്ട് കഴിഞ്ഞു. ജീവിതശൈലി രോഗങ്ങളെ ജീവിതശൈലി കൊണ്ട് തന്നെ പരിഹരിക്കാൻ കഴിയുമെന്നുള്ളതിന്റെ ഉദാഹരണങ്ങളാണ് നമ്മൾ ഈ അനുഭവത്തിലൂടെ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഏതായാലും നമുക്ക് വേണ്ടി അല്പസമയം ഈ തിരക്കിനിടയിലും മാറ്റിവെച്ചതിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും.